നമസ്കാരം. കുവൈറ്റിൽ വിഷമദ്യ ദുരന്തത്തിനിരയായി ഓർമ്മ നഷ്ടപ്പെട്ട ബംഗളൂരു സ്വദേശിയായ സൂരജ് ഇലാമയെ കണ്ടെത്താൻ നെടുമ്പാശ്ശേരി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. ഒക്ടോബർ 5-ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശേഷം കാണാതായ ഇദ്ദേഹത്തെ കണ്ടെത്താൻ ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ഡെപ്യൂട്ടി കമ്മീഷണർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ അന്വേഷിക്കണമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ആലുവ ഡിവൈഎസ്പി TR രാജേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 2 കുവൈറ്റിലുണ്ടായ മദ്യദുരന്തത്തിൽ ഇരയായ സൂരജ് ഇലാമ ഓർമ്മ പൂർണ്ണമായി നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. കൊച്ചിയിൽ വിമാനമിറങ്ങിയ സൂരജ് മെട്രോയുടെ ഫീഡർ ബസ്സിൽ ആലുവ മെട്രോ സ്റ്റേഷനിൽ എത്തിയതായി അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരുന്നു. പിന്നീട് 10-നാണ് സൂരജിനെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത്. 10-ന് എറണാകുളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. പരിശോധനയിൽ കാര്യമായ അസുഖങ്ങളൊന്നും കണ്ടെത്താത്തതിനെ തുടർന്ന് ഡിസ്ചാർജ് ചെയ്തു. അപ്പോഴൊന്നും ആശുപത്രി അധികൃതർക്കോ പോലീസിനോ സൂരജ് ആരാണെന്നോ എങ്ങനെയാണ് കൊച്ചിയിൽ എത്തിയതെന്നോ അറിയില്ലായിരുന്നു. 2 ദിവസത്തിന് ശേഷമാണ് കുവൈത്തിൽ നിന്ന് സൂരജിനെ കൊച്ചിയിലേക്ക് വിമാനം കയറ്റിവിട്ട കാര്യം ബംഗളൂരുവിലെ സൂരജിന്റെ കുടുംബം അറിയുന്നത്. കുടുംബത്തെ പോലും അറിയിക്കാതെയാണ് അദ്ദേഹത്തെ പരിചയമില്ലാത്ത കൊച്ചിയിലേക്ക് കയറ്റിവിട്ടതെന്നും മകൻ സന്തൻ ലാമ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ ആരോപിച്ചിരുന്നു. തുടർന്ന് മകൻ കൊച്ചിയിലെത്തി നടത്തിയ അന്വേഷണങ്ങളിലും പോലീസിന്റെ ശ്രമങ്ങളിലും ലാമയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. കാണാതാകുമ്പോൾ കറുത്ത ടീഷർട്ടും നീല നിറത്തിലുള്ള ജേഴ്സിയുമാണ് സൂരജ് ലാമ ധരിച്ചിരുന്നത്. ഇദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലെ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്ന് പോലീസ് അറിയിച്ചു. ഓർമ്മ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ ബന്ധപ്പെട്ടവരുടെ അനുമതിയില്ലാതെ നാടുകടത്തിയതിലെ വീഴ്ചയും അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്.